വ്രതശുദ്ധിയുടെ നിറവിൽ നാടെങ്ങും മുസ്ലിം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വടകര ടൗൺ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാരായണ നഗറിൽ രാവിലെ പെരുന്നാൾ നിസ്കാരം നടന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ഇന്നയാളെ സഹായിക്കണ്ട, ഇവിടെ മദ്രസ വേണ്ട, പള്ളി വേണ്ട, കോളേജ് വേണ്ട, അനാഥാലയം വേണ്ട, പാവപ്പെട്ടവന് വീടുണ്ടാക്കി കൊടുക്കണ്ട എന്ന് ഈ സദസ്സിൽ കൂടിയിരുന്ന വടകര പ്രദേശത്തെ മുഴുവൻ ആളുകളും തീരുമാനിച്ചു കഴിഞ്ഞാൽ പകരം മറ്റൊരു വിഭാഗം ഇവിടെ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇല്ലാ തൻഫിറു യുഅദ്ദിബുകും അദാബൻ അലീമൻ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും വലാ തദുറൂഹു ശൈഅ. ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തന നിരതരാകാൻ നിങ്ങൾ സന്നദ്ധമാകുന്നില്ലെങ്കിൽ നിങ്ങളെ പടച്ചു തമ്പുരാൻ ശിക്ഷിക്കുകയും വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു ജനതയെ കൊണ്ടുവരികയും ചെയ്യും. വലാ തദുറൂഹു ശൈഅ. ഇത് അല്ലാഹുവിന് ഒരു പ്രയാസമുള്ള കാര്യമല്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, 100 കൂട്ടം നന്മകൾ ചെയ്തതിൽ അഭിമാനം കൊള്ളുന്നുണ്ട് നമ്മളെല്ലാവരും. അഭിമാനം കൊള്ളാം, അല്ലാഹു ആ നന്മകൾ സ്വീകരിക്കുമാകട്ടെ. പക്ഷേ നാം ചെയ്ത ഒരു ഔദാര്യമാണ് എന്ന സ്വഭാവത്തിൽ നാം ജീവിക്കരുത്. ഇത് നമ്മുടെ ബാധ്യതയാണ്. കാരണം കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് ഭാവത്തിൽ നാം ജീവിക്കരുത്. ഇത് നമ്മുടെ ബാധ്യതയാണ്. കാരണം കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. മുസ്ലിം സമുദായത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണിത്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിതരായ ഒരു ഉത്തമ സമുദായമാണ് നിങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി നിയോഗിതരായതല്ല, നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല, നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരല്ല. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിതരായ ഒരു ജനതയാണ് നിങ്ങൾ. എന്താണ് നിങ്ങളുടെ ചുമതല? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനത. രാവിലെ 7 മണിക്ക് ആരംഭിച്ച ഈദ്ഗാഹിന് ഡോക്ടർ ആർ യൂസഫ് നേതൃത്വം നൽകി. വടകര MLA KK രമ, നഗരസഭ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ, വാർഡ് കൗൺസിലർ റീജ പറമ്പത്ത്, മണലിൽ മോഹനൻ തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. അസഹനീയമായ ചൂടും വെയിലും ഒക്കെ പിന്നിട്ടുകൊണ്ട് ഇന്ന് ആഘോഷത്തിൻ്റെ രാവെത്തിയിരിക്കുകയാണ്. കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം മതം. മറ്റുള്ളവരെ, ഇല്ലാത്ത മനുഷ്യരെ സ്നേഹിക്കാനും അവർക്ക് കയ്യഴിഞ്ഞ് സഹായം ചെയ്യാനും ഒക്കെ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ചരിത്ര സത്യങ്ങളെ പോലും തമസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സത്യങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മനസ്സിടറാതെ, കാലിടറാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട്, മനുഷ്യത്വത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, അപരമത വിദ്വേഷമില്ലാതെ നാടുകൾ പിന്നിടാൻ നമുക്ക് ഇത്തരം അവസരങ്ങൾ കൂടി സാധിക്കട്ടെ. ഇനി അങ്ങോട്ടുള്ള ജീവിതം അത്തരത്തിൽ മാറട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.